റാമിന് ജാമ്യം നിഷേധിച്ചെങ്കിലും സംഗീതയ്ക്ക് ജാമ്യം അനുവദിച്ചു. അതായത് ഈ കേസിൻ്റെ ആദ്യം തൊട്ടേ പോലീസ് സംഗീതയോടൊപ്പമായിരുന്നു. കാരണം ഞങ്ങൾ കൊടുത്ത ആ പരാതികളൊന്നും പോലീസ് സ്വീകരിച്ചിട്ടില്ല, ഒരു തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വൻ വീഴ്ചയാണ് പറ്റിയിരിക്കുന്നത്. കാരണം ഒരു പാവങ്ങളായ ആൾക്കാരുടെ മക്കൾ അവിടെ പഠിക്കുമ്പോൾ അവർക്ക് എന്ത് ഫെസിലിറ്റീസാണ് അവിടെ ഉള്ളത്? യാതൊരു വിധമായ ഉറപ്പും അവിടെ ഇല്ല. കാരണം ആ മാനേജ്മെൻറ്റ് മൊത്തത്തിൽ അടിമുടി വ്യാജമാണ്. അതുപോലെ അവിടുത്തെ അധ്യാപകരെല്ലാവരും വ്യാജമാണ്. അപ്പോൾ ഞങ്ങൾ കൊടുത്ത പരാതിയൊന്നും അവിടുത്തെ പോലീസോ മറ്റുള്ളവരോ ആരും സ്വീകരിക്കും. ഞങ്ങൾ കമ്മീഷണറെ കണ്ടു, അന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ടു, ACP കണ്ടു, എല്ലാവരെയും കണ്ടു. തെളിവുകളെല്ലാം ഹാജരാക്കി. ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് തെളിവാണ് ഹാജരാക്കിയുള്ളത്? എല്ലാവരും ഉരുണ്ട് കളിക്കുകയാണ്. ആരെയോ പേടിച്ച് സംഗീതയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉരുണ്ട് കളിക്കുകയാണ്. എൻ്റെ മോൻ്റെ ഇന്ന് 16ൻ്റെ ചടങ്ങുകളായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ പറയുന്നത്. അവൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടൂല. ഒരു വിദ്യാർത്ഥിയെ ഞങ്ങൾ കൂലിവേലയിൽ കഷ്ടപ്പെട്ട് അവിടെ പഠിപ്പിച്ച് ആ നാട്ടിൽ വിട്ടിട്ട് അവർ നിഷ്ഠൂറിനെ കൊല വിളിച്ച് തിരികെ വിട്ടിട്ട് ആര് ജാമ്യം കൊടുക്കണം? അവർ ഈ ജാമ്യത്തിൽ നമ്മൾ തൃപ്തരല്ല. പിന്നെ റാം, അവൻ 2 മക്കളുണ്ടായിരുന്നു. അവൻ്റെ മോളെ MBBS എന്ന് പറഞ്ഞു, അവൻ്റെ മോൻ 9ാം ക്ലാസ്സിലെന്ന് പറഞ്ഞു. അവനും മക്കളുള്ളതല്ലേ? അവൻ ഈ നീച വേലയല്ലേ കാണിച്ചത്? അവൻ അന്ന് അവിടെ ഇല്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ആദ്യം ഇവിടെ തെളിവെടുപ്പിന് വന്നപ്പോൾ പറഞ്ഞത്. പിന്നീട് കിട്ടിയ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഉണ്ടായിരുന്നു, അവൻ ആ അധ്യാപകരുടെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ മകനുമായിട്ട് സംസാരിക്കുന്നതുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം ഇത് അടിമുടി ഒരു നാടകമാണ്. നാടകമെന്ന് പറഞ്ഞാൽ അവനെ എല്ലാവരോടും ചേർന്ന് കൊലപ്പെടുത്തിയതാണ്. അല്ല, അവൻ ആത്മഹത്യ ഒരിക്കലും ചെയ്തില്ല. ഞങ്ങളെ മകനെ ഞങ്ങൾക്കറിയാം. അവൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു പശ്ചാത്തലവും ഇല്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറഞ്ഞിരുന്നു. 1-7 അവൻ്റെ അമ്മയുടെ ഫോൺ ചെയ്തതാണ്. അവൻ്റെ അമ്മ ഫോൺ ചെയ്തത് 1-7. അതവർ മുക്കി. 1-33, 35, 38. അപ്പോൾ ഞാൻ ഫോൺ ചെയ്തപ്പോൾ പ്രിൻസിപ്പൾ ഈ ഫോൺ പിടിച്ചു വാങ്ങിച്ചു വാങ്ങിയിരുന്നു. അപ്പോഴെങ്കിലും എൻ്റെ മകൻ്റെ കയ്യിൽ ആ ഫോൺ അവർ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒന്നും ഉണ്ടാവുകയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ പരസ്പരം ചേർന്ന് ഒരു ധാരണയിലെത്തിയ ശേഷം ആണത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ദിവസം മുമ്പാണ് അറിയാൻ കഴിഞ്ഞത്, 3ാം വർഷം പഠിക്കുന്ന 2 സീനിയർ വിദ്യാർത്ഥികളാണ് ഇവനെ ക്ലാസ്സിൽ, അപ്പോൾ അടുത്ത ക്ലാസ്സിന് വേണ്ടി അവൻ തയ്യാറെടുക്കുകയായിരുന്നു, അവനെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അവരെയും പിടിച്ച് ചോദ്യം ചെയ്യണം, ഇതിൻ്റെ പിന്നിൽ എന്താണെന്നാണ്. ആരെ ഇതിൻ്റെ ഒഴിവാക്കാൻ പാടില്ല. ആരുടെയൊക്കെ കറുത്ത കരങ്ങളാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്, അവരെയൊക്കെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ വിധിയിൽ ഈ അച്ഛൻ ഒട്ടും തൃപ്തനല്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടാവുന്ന ആദ്യം തന്നെ അറിയാം. കാരണം സംഗീതയെക്കുറിച്ച് പറയുമ്പോൾ അവർ വളരെയധികം വ്യഗ്രത കാണിച്ചിട്ടില്ല. ഒരു നിസ്സാര മട്ടിലാണ്. എന്നിട്ട് പല കാര്യങ്ങളും അവരുടെ ഫോട്ടോസും ഓഡിയോ ക്ലിപ്സുകളൊക്കെ എൻ്റെ മോൻ ഇളയ മോളുടെ ഫോണിലേക്ക് അപ്ലോഡ് ചെയ്യുകയും അത് ഹാജരാക്കിയിട്ട് അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവരാണ് എന്നെ ആ കോളേജിൽ വെച്ച് ഒരുപാട് പീഡിപ്പിക്കുന്നതെന്നും പിന്നെ ഇവർ മുഖാന്തരം തന്നെ പഠിത്തത്തെ അത് ബാധിക്കുന്നുവെന്ന് ഉള്ള ഓഡിയോ ക്ലിപ്സുകളെല്ലാം വെളിയിറങ്ങിയാണ്. അതെല്ലാം ഞങ്ങൾ പോലീസിൻ്റെ കയ്യിൽ ഹാജരാക്കി. എന്ത് തെളിവുണ്ടോ അതെല്ലാം സംഗീതയ്ക്കെതിരെയും റാമിനെതിരെയും ഹാജരാക്കിയതാണ്. എന്നിട്ട് എന്താണ് ഇങ്ങനെ ഈ പോലീസ് ഉരുണ്ട് കളിച്ച് ഈ വേലത്തരം കാണിച്ചത്? അപ്പോൾ ഇതൊക്കെ വളരെ മ്ലേച്ഛപരമായ പ്രവൃത്തിയാണ്. ഇതൊന്നും ഒരു പോലീസുകാരൻ്റെയും ഒരു അന്വേഷണ കമ്മീഷൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതല്ല. നിയമത്തിൻ്റെ മുന്നിൽ ആരൊക്കെ പ്രതികളാണോ അവരെ എല്ലാവരെയും മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം. പിന്നെ ഞങ്ങൾ മേൽക്കോടതിയെ സമീപിച്ച് എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യും. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ ഹൈക്കോടതിയിൽ പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അത് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന റാമും അതുപോലെ തന്നെ ഈ സംഗീത നമ്പ്യാരെന്ന് അവർ രണ്ടുപേരുമാണ് പിന്നെ ഈ നിതിൻ രാജിനെ ഈ മാനസികമായി പീഡിപ്പിക്കുന്നതും അവർ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുള്ള കാര്യം ഇവിടുത്തെ സഹോദരങ്ങളുടെ മൊബൈലിൽ അവർ പിക്ചർ അടക്കോ ഫോട്ടോ സഹിതം അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഒരാൾ മരിക്കുന്നതിന് മുമ്പേ കൊടുക്കുന്ന ഒരു തെളിവ് അത് കോടതിയിൽ നിയമപരമായി നിലനിൽക്കുന്നതാണ്. അത് പിന്നെ തെളിവായി തന്നെ സ്വീകരിച്ചുകൊണ്ട് സംഗീത നമ്പ്യാർ എന്ന് പറയുന്ന ആ ടീച്ചറിനെതിരെ നിയമ നടപടി അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കാൻ കോടതിക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ അത് പ്രോസിക്യൂഷനും അതേപോലെ തന്നെ പോലീസിനും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. അത് തെളിവായി പിന്നെ രേഖപ്പെടുത്താതെ അത് ആ സംഗീതയ്ക്ക്
ജാമ്യം കിട്ടുന്നതിലേക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഒത്താശയും കേരള പോലീസ് ചെയ്തു കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അവർക്ക് നമ്മുടെ ജാമ്യം കിട്ടിയത്. പക്ഷേ ഇതിൽ ഞങ്ങൾ തൃപ്തരല്ല. കൃത്യമായി തന്നെ ഇതിൻ്റെ എല്ലാ പ്രതികളെയും ഈ പറയുന്ന കേസിൽ ഉൾപ്പെടുന്നതിലേക്ക് വേണ്ടി, കാരണം അവർ ഈ നിതിൻ രാജ് മരിക്കുന്നതിന് മുമ്പേ ഉള്ള അവസാന കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പാളിൻ്റെ റൂമിനകത്ത് ഇവരെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ആ ഗൂഢാലോചനയിലുണ്ട്, അത് വ്യക്തമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ എല്ലാം നിങ്ങളെല്ലാവരും കണ്ടതാണ്, നമ്മൾ പൊതുസമൂഹം കണ്ടതാണ്. ആ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന ഒരാളെ കൊല്ലുന്നതിന് മുമ്പേ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഈ മുഴുവൻ അധ്യാപകരും അവരെല്ലാം ഈ പ്രതികളാണ്. ആ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വ്യക്തമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പോലീസ് തയ്യാറായില്ല. അത് പിതാവ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ കണ്ണൂർ സിറ്റി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണറെയും അതേപോലെ സിറ്റി കമ്മീഷണറെയും ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോധ്യമായി ഈ സംഗീത എന്ന് പറയുന്ന അധ്യാപകയ്ക്കെതിരെ അവരിതിനകത്ത് പങ്കാളിയല്ലെന്നും അവർ അങ്ങനെ അല്ലെന്നും വളരെയധികം ദുർബലതയോടുകൂടി വാദിക്കുന്ന ഒരു സംഭവം അവിടുത്തെ സിറ്റി കമ്മീഷണർ ഭാഗത്തുനിന്നുണ്ടായി. അപ്പം ഞങ്ങൾക്കത് ആശങ്കയുണ്ട്. അതേപോലെ ACP അതേപോലെ തന്നെയാണ്, ഞങ്ങൾക്ക് ദൃശ്യങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല. ആ നിതിൻ രാജിൻ്റെ സംഭവിച്ച അവിടുത്തെ കോളേജിലെ ദൃശ്യങ്ങളും അതേപോലെ തന്നെ ബോഡി അവിടെ കിടന്നതിൻ്റെ ആ ദൃശ്യങ്ങളും ഞങ്ങൾക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ട് വെറും ഒരു ചെറിയൊരു മൊബൈലിൽ നിതിൻ രാജിൻ്റെ സഹോദരി ഭർത്താവിന് അശോകന് കാണിച്ചു കൊടുത്തിട്ട് അതും പൂർണ്ണതയില്ല. വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ വേറൊരു ഉദ്യോഗസ്ഥൻ്റെയിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കൃത്യമായും വാദി എന്നുള്ള നിലയ്ക്ക് അവിടെ അവകാശമാണ് അതിൻ്റെ തെളിവുകൾ നേരിട്ട് കാണണമെന്ന്. പക്ഷേ ആ തെളിവുകൾ നേരിട്ട് കാണിക്കുവാൻ സിറ്റി കമ്മീഷണർ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. സംഗീത എന്ന് പറയുന്ന അധ്യാപികയെ രക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള എല്ലാ നടപടിയും എന്ത് ചെയ്തിട്ടുണ്ട് കണ്ണൂർ സിറ്റി പോലീസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പബ്ലിക് പ്രോസിക്യൂട്ടറും എന്ത് ചെയ്തിട്ടുണ്ട്, മൗന അനുവാദം കൊടുത്തിട്ടുണ്ട് അവർക്ക് ജാമ്യം കിട്ടുന്നതിലേക്ക് വേണ്ടി. ഞങ്ങൾ ഈ കുടുംബം ഏർപ്പാടാക്കിയ വക്കീൽ അവിടെ കൃത്യമായി വാദിച്ചത് കൊണ്ട് മാത്രമാണ് റാമിനെങ്കിലും ഇപ്പോൾ ജാമ്യം നിഷേധിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുള്ളത്.